നമുക്കാർക്കും നമ്മുടെ മരണശേഷം നാം എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ എവിടെയായിരിക്കും എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ ദൈവവചനത്തിൽ വിശ്വസിച്ച് നാം മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ദൈവമക്കളായിരിക്കുന്ന അവർക്ക് ദൈവവചനത്തിൽ കൂടെ ഒന്ന് യോഹന്നാൻ്റെ പുസ്തകത്തിൽ അപ്പോസ്തലൻ പറയുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്. 1 യോഹന്നാൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നത് ആകും എന്ന് ഇതുവരെ പ്രത്യക്ഷമല്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സാദൃശ്യന്മാർ ആകും എന്ന് നാം അറിയുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് മരണശേഷം നമ്മൾ തീരുമെന്ന് അറിയത്തില്ല. പക്ഷേ ഒരു ദൈവ പൈതലിന് പ്രത്യാശയുണ്ട്. താൻ മരണശേഷം നാം ദൈവത്തെ അല്ലെങ്കിൽ യേശുവിനെ നാം മുഖാമുഖമായി കാണും എന്ന്. അപ്പോൾ ആ മുഖാമുഖമായി കാണുന്ന നാളിൽ നാം അവന് സാദൃശ്യരാകും, അല്ലെങ്കിൽ ആ ദൈവത്തെ പോലെ ആ ഒരു രൂപത്തിലേക്ക് നാം ആയതുകൊണ്ട് നമുക്ക് ഇപ്പോൾ പിന്നെ നമ്മൾ എന്താണെന്ന് പറയാൻ സാധിക്കത്തില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പ്രിയ ദൈവമക്കളെ, ആയതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും മരണശേഷം എന്താകുമെന്ന് എനിക്കറിയത്തില്ലല്ലോ, ആയതുകൊണ്ട് ഞാൻ എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ലോകവുമായിട്ട് ജീവിച്ച് തൻ്റെ ആത്മാവിനെ ആരും നഷ്ടപ്പെടുത്തുന്നത് ശരിയല്ല. പക്ഷെ നാം ക്രിസ്തയേശുവിൽ വിശ്വസിച്ചാൽ തന്നെയാണ് ക്രിസ്തുവിൽ ചെന്ന് ചേരുവാൻ പറ്റും. ക്രിസ്തയേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾ വിശ്വാസത്തിൻ്റെ അടയാളമായി സ്നാനമേൽക്കണം, അതേപോലെ തന്നെ സാക്രമന്തങ്ങൾ അനുഭവിക്കണം, വിശുദ്ധിയെ തികയ്ക്കണം, അതേപോലെ തന്നെ പ്രാർത്ഥിച്ചും വേദപഠനത്തിലും വിശുദ്ധ ജീവിതത്തിലും നമ്മുടെ ജീവിത രീതികളെ ദൈവത്തിന് അനുരൂപമായി, എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവത്തെ പോയി കാണണമെങ്കിൽ ദൈവം പാപമില്ലാത്തവനും പരിശുദ്ധനും ആയിരിക്കുന്നത് പോലെ നാം വിശുദ്ധിയെ തികച്ച് നമ്മുടെ ജീവിത അന്ത്യം വരെയും കർത്താവിനെ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും മുമ്പോട്ട് പോകുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവെ, ഈ സമയത്ത് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തരും അപ്പൻ്റെ കരങ്ങൾ തരുന്നു. കർത്താവ്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, മരണശേഷം എന്ത് നടക്കുമെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഉദാസീനമായി ഇരിക്കുന്നവർ അപ്പൻ്റെ കരങ്ങൾ തരുന്നു. മരണശേഷം ഒരു ജീവിതം ഉണ്ട്, കർത്താവിൻ്റെ കരങ്ങളിലാണ് ആത്മാവ് പോയി ചേരേണ്ടത് എന്ന് കർത്താവ് ഇവരിലൊരു വിശ്വാസം ഉണ്ടാകുകയും കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവെ സ്നാനമെടുത്ത് ദൈവസഭയോട് ചേർന്ന് ദൈവമേ ആരാധിച്ചും ദൈവമേ വിശുദ്ധിയെ തികച്ചും നിൻ്റെ രാജ്യത്തിൽ വന്നു ചേരുവാൻ ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ലോകമായയിൽപ്പെട്ട് നിൻ്റെ മക്കൾ മാണ്ടുപോകാതെ കരം പിടിച്ച് വഴി നടത്തണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.